നമസ്കാരം. വിദ്യാതലത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് നേരിട്ട് കേരള PSCയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളിലേക്കും പോകാം. ആദ്യമായി എടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, അതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ എടുത്തു നോക്കുന്നത്. ആദ്യമായി പറയാൻ പറ്റുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിസ്തീർണമാണ്. കോർപ്പറേഷൻ്റെ വിസ്തീർണം, കോർപ്പറേഷൻ ഏരിയ വരുന്നതിൻ്റെ വിസ്തീർണം 214.86 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും പഴയതെന്ന് പറയുമ്പോൾ അത് രൂപീകരിച്ചത് 1940. ഈ വർഷം കേൾക്കുമ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് രൂപം കൊണ്ട ഒരു നഗരസഭയാണ് തിരുവനന്തപുരം. നമുക്കറിയാം, ഇപ്പോഴത്തെ മേയറായിട്ടുള്ളത് ആര്യ രാജേന്ദ്രനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ. മഹാത്മാഗാന്ധി ഈ തിരുവനന്തപുരം നഗരത്തെ എവർഗ്രീൻ സിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിറ്റികളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ ടയർ 3 സിറ്റി ആയിട്ടാണ് തിരുവനന്തപുരത്തെ പെടുത്തിയിരിക്കുന്നത്. ടയർ 3 സിറ്റി ആയിട്ടാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിൽ PSCക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഏറ്റവും പഴയ കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കാം, തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്ന് ചോദിച്ചാലും തിരുവനന്തപുരമാണ്. അതിൻ്റെ വിസ്തൃതി ചോദിച്ചാൽ 214.86 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇപ്പോഴേ ഉള്ള PSC ചോദ്യങ്ങൾക്ക് ഓപ്ഷനുകൾ വേറെ രീതിയിൽ, അതുകൊണ്ട് ഈ 214.86 എന്നുള്ളത് വേറെ സംഖ്യകൾ ചേർത്ത് തരാം. അപ്പോൾ ഓർക്കാം, 214.86 ചതുരശ്ര കിലോമീറ്റർ എന്ന് മനഃപ്പാഠമാക്കിയാൽ നമുക്ക് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വലിയ പാടുണ്ടാവില്ല. ഇത് രൂപീകൃതമായത് ഈ വർഷം നമുക്ക് ശ്രദ്ധിക്കാം, 1940. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ് നിലവിലുള്ളത് എന്ന് ചോദിച്ചാൽ ആര്യ രാജേന്ദ്രനാണ്. അതുപോലെ മഹാത്മാഗാന്ധി എവർഗ്രീൻ സിറ്റി എന്ന് വിശേഷിപ്പിച്ചത്, അതൊരു ചോദ്യമായി വരാം, തിരുവനന്തപുരത്തെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിലാണ് തിരുവനന്തപുരം സിറ്റിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ടയർ 3 സിറ്റിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി നൽകാവുന്നതാണ്. അടുത്തതായിട്ട് തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ട നഗരമാണ് തിരുവനന്തപുരം. ഏറ്റവും ആദ്യമായി കേരളത്തിൽ വൈദ്യുതീകരിക്കപ്പെട്ട നഗരമാണ് തിരുവനന്തപുരം. അത് അതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1912-13 ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ കേരളത്തിൽ വൈദ്യുതീകരണം കൊണ്ടുവരണമെന്നൊരു ആലോചന വന്നത്. അതിൽ 1913 ഒരു ടീമുണ്ടായി, ഒരു കമ്മിറ്റി പോലെ ഉണ്ടായിട്ട് അതിൻ്റെ നേതാവായിട്ട് അതിൻ്റെ ഒരു അധികാരിയായിട്ട് ശ്രീ SM ജേക്കബിനെ നിയമിച്ചു. അത് തിരുവിതാംകൂർ രാജാവ് ആണ്, അല്ലെങ്കിൽ രാജ്യത്താണ് ഇത് നടക്കുന്നത്. നമുക്കറിയാം, 1912-13 എന്ന് പറയുമ്പോൾ കേരളം ആയിട്ടില്ല, അപ്പോൾ കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ഇത് ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ
വൈദ്യുതീകരിക്കുക, ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് വൈദ്യുതീകരിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്. അത് യഥാർത്ഥത്തിൽ വൈദ്യുതീകരണം നടന്നത് 1927 1927 12-13 അതിനൊരു ആലോചന വന്നു. 13 ഒരു ശ്രീ SM ജേക്കബിൻ്റെ നേതൃത്വത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാനും വിവരങ്ങൾ ശേഖരിക്കുവാനും ഒരു ടീമുണ്ടായി. 1927 വീട്ടാവശ്യങ്ങൾക്കായി തിരുവനന്തപുരം സിറ്റിയിലുള്ള, അല്ലെങ്കിൽ സിറ്റി എന്ന് പറഞ്ഞാൽ ആ നഗരപ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ തിരുവനന്തപുരം നഗരമൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല അന്ന്, എങ്കിലും അതിൻ്റെ ഏറ്റവും അർബനായിട്ടുള്ള ഭാഗത്ത് അവിടെ ആ വീടുകളിലേക്ക് ആവശ്യമായ വൈദ്യുതി നൽകാനായിരുന്നു ആദ്യം ചെയ്തത് 1927. ഇത് ഒരു തെർമൽ പവർ സ്റ്റേഷനായിരുന്നു അന്ന് ഉണ്ടായത്. 3 ഓയിൽ ജനറേറ്റേഴ്സ് 3 ജനറേറ്റർ ഓയിൽ ആണ് ഉപയോഗിച്ചിരുന്നത്. പ്രവർത്തിച്ച 3 ജനറേറ്ററുകളിൽ നിന്ന് 65 കിലോവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 1929 അത് വാണിജ്യ അടിസ്ഥാനത്തിലേക്കായി മാറ്റി. 2 വർഷത്തിന് ശേഷം വാണിജ്യ അടിസ്ഥാനത്തിൽ വൈദ്യുതി ആവശ്യങ്ങൾക്കായി നൽകാനായിട്ട് സാധിച്ചു 1929. ഇനി ഇതിനായിട്ട് 1933 ഈ തിരുവിതാംകൂർ രാജ്യത്ത് ഒരു വൈദ്യുതി വകുപ്പും സ്ഥാപിച്ചു. ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ചത് ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. അദ്ദേഹത്തെ അതിൽ സഹായിച്ചത് CP രാമസ്വാമി അയ്യരാണ്. ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരമാണ് തിരുവനന്തപുരം. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ഇപ്പോഴൊന്നുമല്ല, ഇതിനു മുന്നേ 1900 തന്നെ കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നു. പക്ഷേ അത് ബ്രിട്ടീഷുകാരാണ് ചെയ്തത്. ബ്രിട്ടീഷ് കമ്പനിയാണ് ആ വൈദ്യുതീകരണം നടത്തിയത്. അതിന് കണ്ണൻ ദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനി ആണത് ചെയ്തത്. കണ്ണൻ ദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനി നമുക്കറിയാം, അത് മൂന്നാറിലാണുള്ളത്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് ആദ്യമായിട്ട് വൈദ്യുതീകരണം നടന്നത്. അത് കണ്ണൻ ദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനിക്ക് ബ്രിട്ടീഷുകാരാണ് ചെയ്തത്. അത് ഒരു ജലവൈദ്യുതി നിലയമായിരുന്നു. 200 കിലോവാട്ട് വരെ വൈദ്യുതി അതിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതിനായിട്ട് അവർ പെരിയാറിലെ വലത് കനാലാണ്, അതിൻ്റെ മുതിരപ്പുഴയാണ് കമ്മീഷൻ ചെയ്തത്. അത് 1910 അത് കമ്മീഷൻ നടന്നത്. അപ്പോൾ 1910 അത് പൂർത്തിയായി കമ്മീഷൻ ചെയ്തു. പക്ഷേ നമ്മളിവിടെ നോക്കിയത് നഗരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്നുള്ള കേരളത്തിലെ നഗരത്തിൽ ഏറ്റവും ആദ്യം വൈദ്യുതീകരിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ ഒരു ഇത് വെച്ച് ജനങ്ങളിലേക്കും അങ്ങനെ ഒരു നോക്കിക്കഴിയുമ്പം നമുക്ക് പറയാം തിരുവനന്തപുരം നഗരത്തിലാണ് ആദ്യമായി. നഗരം എന്നൊരു ഇതെടുക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെയാണ് ആലോചിക്കാവുന്നത് ആദ്യമായി. പക്ഷേ കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് തിരുവനന്തപുരത്തല്ല, മൂന്നാറിലാണ്. അതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ നഗരത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകമായിട്ട്